2022 ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഗംഭീര മാസ് ചിത്രമായിരുന്നു സിസു എന്ന് പറയുന്നത്. പെട്ടെന്ന് അത്ഭുതപ്പെടുത്തി ഞെട്ടിച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഒരു കുട്ടി ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട് എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ നമ്മളെ കാണിക്കാൻ സാധിക്കുമെന്നും ആ കാണിക്കുന്നത് ഔട്ട് ഓഫ് ദ വേൾഡ് ആണെങ്കിൽ കൂടി അതിൽ എത്രത്തോളം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെ കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു സിസു. അപ്പോൾ ആ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് സിസു ദ റോഡ് ടു റിവെഞ്ച് എന്ന് പറയുന്നൊരു സിനിമ ഈ കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസായി. ഇപ്പോൾ അതിൻ്റെ OTT റിലീസ് വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ്, റെൻ്റലിലാണ്. അപ്പോൾ പൈസ കൊടുത്തിട്ട് വേണം ഇപ്പം തൽക്കാലം കാണാൻ. മേ ബി 2-3 ദിവസത്തിന് ശേഷം അത് അല്ലാതെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. സിസുവിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം നടക്കുന്നൊരു കഥ എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. സിസു എന്ന് പറയുന്ന സിനിമയിൽ ആ ലെജൻഡ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു, അവരുടെ ബാക്ക് സ്റ്റോറിയിൽ അവരുടെ വൈഫും കുട്ടികളെയെല്ലാം ഒരു ടീം വന്ന് കൊന്നിരുന്നു. അതുകൊണ്ട് പുള്ളി നാട് വിട്ട് വരുന്നതൊക്കെ ആയിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും കാണിച്ചിട്ടില്ല. എന്നാൽ ഈ 2 വർഷത്തിന് ശേഷം ഈ സ്വർണ്ണമൊക്കെ നേടി പുള്ളി തിരിച്ച് പുള്ളിയുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ വീടും എല്ലാം ഒരു അനാഥമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പുള്ളി തിരിച്ചറിയുന്നുണ്ട് അവരുടെ ഫാമിലിയെ കൊന്ന ആൾക്കാർ പുള്ളി വിചാരിക്കുന്ന ഒരു ടീംസ് അല്ലായിരുന്നു. പുള്ളി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അത് ചെയ്തതെന്ന് തിരിച്ചറിയുകയും പിന്നീട് അതിൻ്റെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഒരു റിവെഞ്ച് എൻ്റെ പേരിൽ തന്നെ ഉണ്ട്, റോഡ് ടു റിവെഞ്ച് എന്ന് പറയുന്നത് ഒരു ട്രാവൽ മൂവിയാണ്. ആ ട്രാവൽ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് എടുക്കുന്നതും കൂടിയാണ് ഈ സിനിമ കാണിക്കുന്നത്. കൂടുതൽ സ്പോയിൽ ഞാൻ ചെയ്തിട്ടില്ല. സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു രസം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ സ്വർണം ആയിരുന്നു ഫസ്റ്റത്തെ പടത്തിലെങ്കിൽ ഇവിടെ മറ്റൊരു തിങ്ങാണ്. ആ തിങ് എന്താണെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും അത് ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് പടം പോലെ തന്നെ ഇതിൻ്റെ അകത്തും ആദ്യം മുതൽ അവസാനം വരെ അതുപോലെ ത്രില്ലടിപ്പിച്ച് നമ്മളെ കാണിക്കുന്നതൊക്കെ ഒറിജിനൽ ഇങ്ങനെ ആയിരിക്കുമോ സംഭവിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചില സീക്വൻസുകളൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്ന ഒരു പരിപാടികളെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഈ പുള്ളിയെ കൊണ്ടുവന്ന് ട്രെയിനിൻ്റെ അടി കൊണ്ടിട്ടാലും പുള്ളി ജാകുകയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ്, ഒരു വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു രസം. ഗംഭീരമായിട്ട് എനിക്ക് വർക്കൗട്ടായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് സിസു റോഡ് ടു റിവെഞ്ച് എന്ന് പറയുന്നത്. കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ബെറ്റർ നിങ്ങൾ സിനിമ കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയായിരിക്കും. ആ ഒരു ഫീൽ അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഏതാണ്ട് സെയിം പാറ്റേണിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും പരിപാടികളൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നാൽ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിൽ തന്നെയാണ് സെക്കൻഡ് പാർട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി തേർഡ് പാർട്ട് വരുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ലെറ്റ്സ് സീ. എന്തായാലും ഇതെനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.